ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏത് നിമിഷവും യുദ്ധമുണ്ടാകാവുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ നെതന്യാഹു കൂടിക്കാഴ്ചയിലേക്ക് യുഎസിലേക്ക് എത്തിയത് വലിയൊരു ആണവ ദുരന്തം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നതിന്റെ സൂചനയാണ് ലോകത്തിന് നൽകുന്നത്. ഇറാനുമായുള്ള ആണവ ചർച്ചയിൽ കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ യുഎസിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ മരുമകനും മിഡിൽ ഈസ്റ്റ് ഉപദേഷ്ടാവുമായ ജാരദ് കുഷ്ണറും ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ജെറൂസലമിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കൃത്യം 2 ആഴ്ച കഴിഞ്ഞാണ് നെതന്യാഹുവിന്റെ ഈ സന്ദർശനം. ബെന്യാമിൻ നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ യുഎസ് സന്ദർശിക്കുന്നുവെന്ന വാർത്ത അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും ആശങ്കകൾ ഉയർത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി സ്വീകരിച്ചാൽ ലോകം 3ാം മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ? അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യരാശിക്ക് മുന്നിലുള്ള ഭാവി എന്തായിരിക്കും എന്നതാണ്. ഇറാന്റെ ആണവ പദ്ധതി കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങളുടെ നിരീക്ഷണ വിധേയമാണ്. 2015 ആണവ കരാർ വഴി ഇറാൻ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് കരാറിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റവും ഉപരോധങ്ങളുടെ പുനഃസ്ഥാപനവും സാഹചര്യത്തെ വീണ്ടും കടുപ്പിച്ചു.